സ്നേഹമുള്ളവരെ, കുടുംബം ഒരു സഹകാരിയാണ്. കുടുംബം ഒരു ദിവ്യകാരുണ്യ സമൂഹമാണ്. സഹകാരിയാകാൻ, ദിവ്യകാരുണ്യ സമൂഹമാകാൻ കുടുംബം എപ്രകാരം ക്രമീകരിക്കണം എന്നുള്ള ഒരു കൊച്ചു ചിന്ത യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനത്തെ ആസ്പദമാക്കി നമ്മൾ ധ്യാനിക്കുന്നു, അല്പസമയം ചിന്തിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് കാനായിലെ കല്യാണ സദ്യ. പ്രകാരമാണ് ആ ഭാഗം പറഞ്ഞു പോവുക. കാനായിൽ ഒരു വിവാഹ സദ്യ നടന്നു. 3-ാം നാളിൽ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം ശേഖരിക്കുന്ന 6 ഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്നവൻ കൽപ്പിച്ചു. അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം എവിടെ നിന്നാണെന്ന് കലവറക്കാരൻ അറിഞ്ഞില്ല. മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. നന്ദി, അവസാനം വരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചല്ലോ. ഇതാണ് യോഹന്നാൻ 2:1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷത്തെ വിളിക്കുന്ന വാക്ക് സമൃദ്ധിയുടെ സുവിശേഷം എന്നാണ്. യോഹന്നാനിൽ മുഴുവൻ സമൃദ്ധിയാണ്. 1-ാം അധ്യായത്തിൽ സമൃദ്ധിയുടെ ഒരു വെള്ളം കിടക്കുന്ന തിബേരിയൂസ് തടാകം, 2-ാം അധ്യായത്തിൽ വീഞ്ഞിൻ്റെ സമൃദ്ധി, ഇങ്ങനെ സമൃദ്ധി 5-ാം അധ്യായത്തിൽ 6-ാം അധ്യായം എത്തുമ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി, 121-ാം അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ 153 മത്സ്യത്തിൻ്റെ സമൃദ്ധി. മുഴുവൻ സമൃദ്ധിയാണ്. കർത്താവുണ്ടോ രക്ഷയില്ല, അവനുണ്ടോ എല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. കാനായിൽ അവനുണ്ട്, രക്ഷയുണ്ട്. തിബേരിയൂസിന് തീരത്ത് അവനുണ്ട്, രക്ഷയുണ്ട്. അവനുള്ളതെല്ലാം സമൃദ്ധിയുടെ സമൂഹമായി മാറും, ഇല്ലെങ്കിലോ ഒന്നും തികയില്ല. കാനായിൽ നമ്മൾ കാണുന്നു, യഹൂദരുടെ വിവാഹം 2 ആഴ്ചയോളമൊക്കെ നീണ്ടു നിൽക്കും. കല്യാണത്തിന് മുമ്പ് ഒരാഴ്ച, കല്യാണം കഴിഞ്ഞൊരാഴ്ച. ആരെല്ലാം വിളിക്കപ്പെട്ടോ അവർക്കെല്ലാം വീഞ്ഞു കൊടുക്കണം കുടിക്കാൻ, അതില്ലെങ്കിൽ നാണക്കേട്. അപ്പോഴാണ് കർത്താവായ യേശു വിരുന്നിന് വരുന്നു. ക്ഷണിക്കാത്ത കുറേ പേര് കൂടെ കയറി വരുന്നു. നമ്മുടെ നാട്ടിൽ MLA യോ MP യോ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ല, വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാർ വെറുതെ കയറി വരും. നമ്മളൊക്കെ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, ശരവണഭവൻ, വസന്തഭവൻ ഭക്ഷണം കഴിക്കും, ഓർഡർ കൊടുക്കും. ചപ്പാത്തി, നെയ് റോസ്റ്റ്, പൂരി മസാല ദോശ. പക്ഷേ ഓർഡർ കൊടുക്കാത്തൊരു വയ്യാവേലി ഒരു നാണമില്ലാതെ പ്ലേറ്റിൽ കുത്തിയിരിക്കും ഉഴുന്നുവട. ആരും വിളിച്ചിട്ടല്ല, പിന്നെ മര്യാദ കൊണ്ട് എടുത്തെറിയല്ല, കഴിച്ചിട്ട് പോരും. ഈ ഉഴുന്നുവട പോലെ കുറേ പേര് കാനായിലെ വീട്ടിൽ വന്നു. ഇത്രയും പേര് വന്നപ്പം കുടിക്കാൻ വീഞ്ഞില്ല. ആ നാണക്കേടിൽ പരിശുദ്ധ അമ്മ ഡ്യൂട്ടി ആരംഭിച്ചു. മാതാവ് ഒരു കുടുംബത്തിലുണ്ടോ അറിയാതെ അത് ദിവ്യകാരുണ്യ സമൂഹമായിട്ട് മാറും. അമ്മയുടെ സാന്നിധ്യത്തിൽ കുറവുകളെല്ലാം പരിഹരിക്കപ്പെടും. അമ്മ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, മോനെ, ഈ കുടുംബത്തിന് വീഞ്ഞില്ല. അടുത്ത നിമിഷം കൽപ്പരണികൾ കഴുത്തോളം നിറയ്ക്കപ്പെട്ടു. രക്ഷകൻ്റെ പുണ്യകരങ്ങൾ ചലിച്ചു. വെള്ളരി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ മുഖം പോലെ ചുമന്നു തൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി വാരിക്കോരി വിളമ്പി. ഇവിടെയാണ് കലവറക്കാരൻ്റെ ചോദ്യം. എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം വിളമ്പും, പൂസാകുമ്പം താഴ്ന്നു തരും. പക്ഷേ ഈ നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. എല്ലാ ജീവിതാന്തസ്സിലും നല്ല വീഞ്ഞ് ആദ്യം വിളമ്പിപ്പോകും. അച്ഛന്മാരും എങ്ങനെയാണ്? പട്ടം കെട്ടി ആദ്യകാലങ്ങളിൽ അച്ഛന്മാർ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്. പക്ഷേ 10-15 വർഷം കഴിഞ്ഞ് അച്ഛൻ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മാന്തിയ പോലെയാണ് നീളക്കുറവ്. വീര്യം പോയി, ലഹരി പോയി. വിവാഹത്തിൽ വേണ്ടിയത് ആദ്യകാലങ്ങളിൽ വലിയ ലഹരി, കുറേ കഴിയുമ്പോൾ വീര്യമില്ല, ലഹരിയില്ല. ഒരിക്കൽ കൂടി വീര്യമുള്ള ലഹരിയുള്ള ഒന്നായിട്ട് കുടുംബം മാറണോ, ദിവ്യകാരുണ്യ സമൂഹമാകണോ, മാതാവ് വീട്ടിൽ വേണം, ഈശോ നടുക്ക് വേണം.
ഈശോയും മാതാവും വീട്ടിലുണ്ടെങ്കിൽ ആ വീട് ഒരു ദിവ്യകാരുണ്യ സമൂഹമാകും. ആ വീട് ഈശോയെ വഹിക്കുന്ന ഒരു സക്രാരി ആയിട്ട് മാറും. ഇതാണ് കാനായിൽ സംഭവിച്ചത്. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കേണ്ടത്. കർത്താവ് വരുമ്പോൾ ജീവിതത്തിൽ സാന്ദ്രത വർദ്ധിക്കും. യേശുവിൻ്റെ പ്രത്യേകത ഏതാ? അവൻ എവിടെ വരുന്നോ അവിടെ സാന്ദ്രത വർദ്ധിക്കും. അവൻ വരുമ്പോൾ വെള്ളത്തിൻ്റെ സാന്ദ്രത അൾത്താരയിൽ വീഞ്ഞിൻ്റെ സാന്ദ്രതയാകും. അവൻ വരുമ്പോൾ കുർബാനയിൽ വീഞ്ഞിൻ്റെ സാന്ദ്രത രക്തത്തിൻ്റെ സാന്ദ്രതയാകും. അവനുള്ളപ്പോൾ വെള്ളം വീഞ്ഞാകും, വീഞ്ഞ് രക്തമാകും. അവനില്ലെങ്കിലോ രക്തം വെറും വീഞ്ഞ്, വീഞ്ഞ് വെറും വെള്ളം. യേശു കുടുംബത്തിലുണ്ടോ സാന്ദ്രത വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട് ഒരു ദിവ്യകാരുണ്യ സമൂഹമായിട്ട് മാറണം എങ്കിൽ കാനായിൽ സംഭവിച്ചതൊക്കെ നമ്മുടെ വീട്ടിലും സംഭവിക്കണം. കാനായിൽ 3 ആത്മീയ ചിന്തകൾ ദൈവം നമുക്കായി തരുന്നു. 1, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. ഇതാണ് ഒന്നാമത്തെ തിരിച്ചറിവ്. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. പ്രശ്നം വന്നപ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൽ തന്നെയുണ്ട്. ഇന്ന് പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പം അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം 100 വട്ടം ഓട്ടം, ബഹളം. ഒത്തിരി ബഹളങ്ങളും ശബ്ദങ്ങളും ഒന്നും വെക്കണ്ട. എൻ്റെ തമ്പുരാനേന്ന് ഒറ്റ ഇരിപ്പിലങ്ങ് വിളിച്ചാൽ മതി. എൻ്റെ യേശുവേന്ന് കുർബാനയുടെ മുമ്പിൽ പറഞ്ഞാൽ മതി. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കൊന്തയെടുത്ത് ഉരുട്ടിയാൽ മതി. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ബൈബിൾ ഒന്ന് തുറന്നാൽ മതി. പ്രശ്നം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. ആ തിരിച്ചറിവ് നമ്മുടെ വീടിനെ ദിവ്യകാരുണ്യ ഭവനമാക്കി മാറ്റും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ബൈബിൾ വായിക്കുന്ന, ഒന്നിച്ച് കർത്താവിനെ തേടുന്ന കുടുംബമായി നമ്മൾ മാറുമ്പോൾ ആ വീട് ദിവ്യകാരുണ്യ ഭവനമാകും. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഇതാണ് കാനാ പഠിപ്പിച്ചു. പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. രണ്ടാമത്തെ മനോഹരമായൊരു ചിന്ത കാനാ നമുക്ക് തരുന്നത്, പ്രതിസന്ധികൾ വളരുമ്പോൾ, അത് വളർന്നു വരുമ്പോൾ തകരാതെ പിടിച്ചു നിൽക്കാൻ പറ്റണം. ക്രിസ്തുവിനെ ജീവിതത്തിൽ മുൻകൂട്ടി ക്ഷണിക്കണം. എല്ലാ ജീവിതത്തിലും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാം. ഏറ്റവും വലിയ കണക്കുകൂട്ടലുള്ള സ്ഥലമാണ് കല്യാണ വീട്. അവിടെ പോയും കണക്ക് തെറ്റിയല്ലോ. കണക്കുകൾ തെറ്റുമ്പോൾ, കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കണോ. ക്രിസ്തുവിനെ ജീവിതത്തിൽ മുൻകൂട്ടി ക്ഷണിച്ചിരിക്കണം. കാനായിൽ കണക്കുകൂട്ടലുകൾ തെറ്റി, പക്ഷേ കർത്താവിനെ ക്ഷണിച്ചിരുന്നു, പരിഹാരമായി. നമ്മൾ കണക്ക് കൂട്ടി പോവുക. ഇങ്ങനെ അങ്ങ് പോയാൽ ഒരു 10-15 വർഷം കൂടി ധ്യാനിപ്പിക്കാവുന്ന ഞാൻ കണക്ക് കൂട്ടുമ്പോൾ പെട്ടെന്ന് ഒരു സ്വരവടപ്പ്, പെട്ടെന്ന് ദേഹത്തിനൊരു നൊമ്പരം, പെട്ടെന്ന് നട്ടലിനൊരു വേദന. കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ലേ? സാമ്പത്തികമായി ബിസിനസ്സിൽ ഇങ്ങനെ വളരാമെന്ന് കരുതിയപ്പോഴാണ് പെട്ടെന്ന് COVID-19. കണക്കുകൂട്ടലുകൾ തെറ്റുന്നില്ലേ? മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ഭയങ്കരമായ ഭാവി പ്ലാനെ പദ്ധതി. അങ്ങനെ കണക്കുകൂട്ടി പോയപ്പോഴാണ് മോനൊരു ദുഷിച്ച സുഹൃത്ബന്ധം, മകൾ മറ്റൊരു ചെറുപ്പക്കാരനുമായി അനാവശ്യമായ ഒരു പ്രണയബന്ധം. കണക്കുകൂട്ടലുകൾ തെറ്റുമല്ലോ. ആരോഗ്യത്തിൽ, സമ്പത്തിൻ്റെ മേഖലയിൽ, കുടുംബതലങ്ങളിൽ എവിടെയെല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റുമോ തകരാതെ പിടിച്ചു നിൽക്കണോ. ക്രിസ്തുവിനെ മുൻകൂട്ടി ക്ഷണിക്കണം. ക്രിസ്തുവിനെ മുൻകൂട്ടി ക്ഷണിച്ചവർക്ക് എന്ത് കണക്ക് തെറ്റിയാലും, എന്ത് പാളിച്ച വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും, സഹിച്ചു നിൽക്കാൻ പറ്റും, തളരാതിരിക്കാൻ പറ്റും. കുടുംബം ദിവ്യകാരുണ്യ സമൂഹമായി മാറണമെങ്കിൽ, ഒരു ദിവ്യ സക്രാരിയാകണമെങ്കിൽ കാനാ തരുന്ന മൂന്നാമതൊരു ചിന്തയുണ്ട്. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കി മാറ്റണം. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കി മാറ്റണം. കാനായിലെ ഭരണികളിൽ ഒഴിച്ചു കളയുന്ന വെള്ളം ക്രിസ്തു സാന്നിധ്യത്തിൽ ആ വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറി. ഒഴിച്ചു കളയുന്ന വെള്ളം ഒത്തിരിയുണ്ട്. ഒരു വീടിൻ്റെ വെഞ്ചിരിപ്പിൽ ലഹരി വിതരണം ചെയ്യുമ്പോൾ ഒഴിച്ചു കളയുന്ന വെള്ളം, അനാവശ്യ പണം ചെലവാക്കി ഒരു കെട്ടിടം പണിയുമ്പോൾ ഒഴിച്ചു കളയുന്ന വെള്ളം, ഒത്തിരി ദൂരത്തോടെ വിവാഹം നടത്തുമ്പോൾ ഒഴിച്ചു കളയുന്ന വെള്ളം. ഈ ഒഴിച്ചു കളയുന്ന വെള്ളത്തെ കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കി മാറ്റണോ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വേണം. അവൻ്റെ സാന്നിധ്യമുണ്ടോ, ലഹരി, വീര്യം, ഇതെല്ലാം കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. ഞാൻ
ചെരുപ്പ് മേടിച്ച്, സാരി മേടിച്ച്, സ്വർണം മേടിച്ച്, വീടുണ്ടാക്കി ഒരുപാട് പൈസ ധൂർത്തടിക്കുമ്പോൾ അതിൽ കുറേ ഭാഗം ഒരു പാവപ്പെട്ട കിഡ്നി പേഷ്യൻറ്റിൻ്റെ ഡയാലിസിസിന് ഞാൻ ചെലവഴിക്കുമ്പോൾ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറും. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ നേഴ്സിംഗ് ഫീസായിട്ട് കൊടുക്കുമ്പോൾ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറും. ജീവിതത്തിൽ ധൂർത്തിൻ്റെ പണം നന്മയ്ക്കായിട്ട് തിരിച്ചു വിടുമ്പോൾ ദൈവാനുഗ്രഹം കുടുംബത്തിൽ കടന്നു വരും. തിരുവചന സന്ദേശം ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് ധ്യാനിക്കുക. ഒഴിച്ചു കളയുന്ന വെള്ളമാണോ നമ്മുടെ സ്വത്ത്? അനാവശ്യമായി പറയുന്ന വാക്കുകൾ ഒഴിച്ചു കളയുന്ന വെള്ളം വാക്കിനെ നിയന്ത്രിക്കുമ്പോൾ, സംസാരം നിയന്ത്രിക്കുമ്പോൾ അത് കുടിച്ചു തീർക്കുന്ന വീര്യമുള്ള വീഞ്ഞായി മാറും. അപ്പം ഇങ്ങനെയുള്ള ചിന്തകളാൽ കുടുംബത്തെ സമ്പന്നമാക്കുവാൻ, കുടുംബ ബന്ധങ്ങളെ സമ്പന്നമാക്കുവാൻ കർത്താവ് വിളിക്കുകയാണ്. ഈ വചന സന്ദേശത്തിൻ്റെ നിമിഷങ്ങളിൽ ധ്യാനപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഒരാത്മശോധനയ്ക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. നമുക്കറിയാം, തമ്പുരാൻ തന്നിരിക്കുന്ന കുടുംബം, ആ കുടുംബജീവിതത്തെ നമുക്ക് സ്വർഗമാക്കാനും നരകമാക്കാനും പറ്റും. സ്വർഗമാക്കാൻ പറ്റും, നരകമാക്കാനും പറ്റും. വീട്ടിൽ വഴക്കാണോ വീട് നരകം, വീട്ടിൽ സ്നേഹമാണോ കുടുംബം സ്വർഗം. ഒരു ഭർത്താവ് ഭയങ്കര വഴക്കാളി, ഭാര്യയ്ക്കിട്ട് അടിക്കും, മക്കളെ ഇടിക്കും, പാത്രമെറിഞ്ഞ് ഉടയ്ക്കും, പരുക്കനായ പരുഷമായ ജീവിത പ്രവൃത്തികൾ. അപ്പോൾ ആ മനുഷ്യൻ ഒരു വണ്ടി അപകടത്തിൽ മരിച്ചു. നരകത്തിൽ തന്നെ ലൂസിഫർ ഒരു ഇരിപ്പിടം കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പം ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം കേൾക്കാൻ വലിയൊരു കൊതി. അയാൾ ലൂസിഫറിനോട് പറഞ്ഞു, ഇവിടുത്തെ ഫോണും തരാവോ, ഭൂമിയിലെ ഭാര്യയോട് സംസാരിക്കാൻ. ഇപ്പം ലൂസിഫർ ഫോൺ കൊടുത്തു. സംസാരിച്ച് 45 മിനിറ്റ് അങ്ങെടുത്തു. സമയം ഒത്തിരി ആയിപ്പോയി. ഫോൺ തിരിച്ചു കൊടുത്തു. ഇയാൾ ചോദിച്ചു, നീണ്ട സമയം വിളിച്ചു പോയി, എന്ത് തുകയാണ് ഞാൻ പേ ചെയ്യേണ്ടത്? ലൂസിഫർ പറഞ്ഞു, തുകയൊന്നും വേണ്ട, പിന്നെയോ ഫ്രീ. അതെന്താ? നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ്, അവിടെ പൈസയുടെ ആവശ്യമില്ല. ഭൂമിയിലെ നരകമാണ് നിത്യതയുടെ നരകം, ഭൂമിയിലെ സ്വർഗമാ നിത്യതയുടെ സ്വർഗം. വീട് സ്വർഗമാക്കാം, ദിവ്യകാരുണ്യ സമൂഹമാക്കാം, ശുദ്ധ അലമ്പ് പിടിച്ച് ചന്തയാക്കാനും പറ്റും. നമ്മുടെ കയ്യിലായിരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചേരുക. എങ്കിൽ കുടുംബ ജീവിതത്തിൻ്റെ 5 ലെയേഴ്സ്, അതിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം. കുടുംബ ജീവിതത്തിൻ്റെ 5 സ്റ്റേജുകൾ, 5 അടുക്കുകൾ. അതിൽ ഏത് സ്റ്റേജിലാണ് കുടുംബജീവിതം നയിക്കുന്നവർ നിൽക്കുന്നത് എന്ന് ഒരു സ്വയപരിശോധന ഈ നിമിഷത്തിൽ നടത്തുക. 1. നാട്ട് വർത്തമാനത്തിൻ്റെ കുടുംബം. എല്ലാ കുടുംബജീവിതത്തിൻ്റെയും ആരംഭം പൊതുക്കാര്യം പറഞ്ഞുകൊണ്ട്, നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ട്. ഭർത്താവിൻ്റെ സ്വഭാവം ഭാര്യയ്ക്കറിയത്തില്ല, ഭാര്യയുടെ സ്വഭാവം ഭർത്താവിനറിയത്തില്ല. അതുകൊണ്ട് വെറുതെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, തുലാമഴ തുടരുമെന്നാണ് തോന്നുന്നത്, മഴക്കാറ് കാണുന്നുണ്ടല്ലോ, ഭരണം ഏതാ ഭേദം, LDF ആണോ UDF ആണോ BJP ആണോ, വെറും നാട്ടുവർത്താനങ്ങൾ പറയാം. ഒന്ന് ശരിക്കും ആഴമായി പരിചയപ്പെടുന്നതുവരെ ദാമ്പത്യ ബന്ധത്തിൻ്റെ 1ാമത്തെ തലം നാട്ടുവർത്തമാനം. പക്ഷേ കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോൾ 2nd സ്റ്റേജിലേക്ക് ദമ്പതികൾ വളരണം. അഭിപ്രായം പറയുന്ന കുടുംബം, അത് 2ാമത്തെ സ്റ്റേജ്. അഭിപ്രായം. ഭർത്താവിൻ്റെ വേഷവിധാനത്തെക്കുറിച്ച് ഭാര്യ അഭിപ്രായം പറയും, ഭാര്യയുടെ വേഷവിധാനത്തെക്കുറിച്ച് ഭർത്താവ് അഭിപ്രായം പറയും. ഓരോ രീതിയെക്കുറിച്ചും ഇടപെടലിനെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. നിൻ്റെ നടപ്പ് ശരിയല്ല, ഇങ്ങേര് വേഷം ധരിക്കുന്ന രീതി ശരിയല്ല, മുടി ചീകുന്ന രീതി, കുളിച്ചിട്ട് തല തോർത്തുന്ന രീതി, ഇഷ്ടമില്ലാത്തതൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥ. അതാണ് കുടുംബത്തിൻ്റെ വളർച്ച. 2ാമത്തെ സ്റ്റേജ് അഭിപ്രായം പറയുന്ന കുടുംബം. ഇപ്പോൾ 1ാമത്തെ സ്റ്റേജിൽ വെറും നാട്ടുവർത്തമാനം, 2nd സ്റ്റേജിൽ അഭിപ്രായം പറയുന്ന കുടുംബം. 3ാമത് ഒരു സ്റ്റേജിലെത്തും, അതല്പം കൂടെ വളർന്ന ഒരു കുടുംബജീവിതമാണ്. സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം. ഒരു ദിവ്യകാരുണ്യ സമൂഹമായി, ഒരു സക്രാരിയായി വീട് മാറണോ, പടിപടിയായ വളർച്ച ആവശ്യമാണ്. അതാണ് 3ാമത്തേത്. സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം. മനസ്സിൽ ഒരു വേദനയുണ്ടോ, അത് തുറന്ന് ഭർത്താവിനോട്. മനസ്സിൽ നൊമ്പരമുണ്ടോ, അത് തുറന്ന് ഭാര്യയോട്. ജോലിസ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടായോ, അത് ഭർത്താവിനോട് പറയുന്നു, അത് ഭാര്യയോട് പറയുന്നു. സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം. ജീവിതത്തിൽ അത്രയും ഒരു സ്വാതന്ത്ര്യം ദാമ്പത്യത്തിൽ വളരെ ആവശ്യമാണ്. ചെറിയ വേദന പോലും ഭാര്യ അറിയണം. ഭർത്താവിൻ്റെ നൊമ്പരം
അവൻ്റെ പെങ്ങൾ പറഞ്ഞല്ല ഭാര്യ അറിയേണ്ടത്. ഭാര്യയുടെ വേദന അവളുടെ ആങ്ങള പറഞ്ഞല്ല അറിയേണ്ടത്. മുഖാമുഖം നേരിട്ട് പറയുന്ന ഒരു വളർച്ച, അത് കുടുംബജീവിതത്തിൻ്റെ തേർഡ് സ്റ്റേജ്. സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം, അത്രയും ദാമ്പത്യം വളരണം. ഇവിടെ നിന്നും നാലാമത് ഒരു സ്റ്റേജിലേക്കുള്ള ഒരു വലിയ വളർച്ചയുണ്ട്. സ്വന്തം തകർച്ചകൾ ഏറ്റുപറയുന്ന കുടുംബം. തകർച്ചകൾ ഏറ്റുപറയുന്ന കുടുംബം. എന്താണ് തകർച്ചകൾ? കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. വിവാഹത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെയായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഞാൻ അങ്ങനെയായിരുന്നു. വിവാഹത്തിന് ശേഷം ഒരു ഇഷ്ടക്കേട് വന്നപ്പോൾ വേറൊരു പുരുഷനെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു. ഒരു സ്ത്രീയെ ഫോൺ കോളിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ജീവിതത്തിൽ വന്നു പോകുന്ന തകർച്ചകൾ, പാപങ്ങൾ ഏറ്റുപറയുന്ന കുടുംബം. അത് കുടുംബത്തിൻ്റെ ഒരു വലിയ വളർച്ചയാണ്. അത്രയും വിശാലമാണ് ഭർത്താവിൻ്റെ ഹൃദയമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഭാര്യ തകർച്ചകൾ പറയാവൂ. അത്രയും വിശാലമാണ് ഭാര്യയുടെ ഹൃദയമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഭർത്താവ് പറയാവൂ. അത്രയും ഒരു ഉറപ്പ്, ഒരു ബോധ്യം പകരുവാൻ തക്കവിധം ദാമ്പത്യത്തിൻ്റെ വളർച്ച. ഇതാണ് തകർച്ചകൾ ഏറ്റുപറയുന്ന കുടുംബം. ഒരു ഫൈനൽ സ്റ്റേജ് ഉണ്ട്. അതാണ് യഥാർത്ഥ ദിവ്യകാരുണ്യ കുടുംബം. ഒരക്ഷരം പോലും ഉരിയാടാതെ മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബം. ഇതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ച. ഒന്നും പറയുന്നില്ല, മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബം. ഭർത്താവിന് പ്രയാസമുണ്ടോ? മുഖത്തെ വാട്ടം കാണുമ്പം ഭാര്യയ്ക്കറിയാം. ഭാര്യയ്ക്ക് പ്രയാസമുണ്ടോ? മുഖത്തെ ദുഃഖഭാവം കാണുമ്പം ഭർത്താവിനറിയാം. ആ സ്റ്റേജിലേക്കുള്ള ഒരു വളർച്ച. ഈ വളർച്ച എന്താണ് നിൻ്റെ മനസ്സിലൂടെ പോകുന്നത്? എന്താണ് തൻ്റെ ഉള്ളിലൂടെ പോകുന്നത്? അത്രയും മനസ്സിലാക്കി മുഖം നോക്കി മനസ്സ് വായിക്കുന്ന ഒരു സ്റ്റേജ്. ആ സ്റ്റേജിനെ വിളിക്കും അഞ്ചാമത്തെ സ്റ്റേജ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ദിവ്യകാരുണ്യ സമൂഹമായി നമ്മുടെ കുടുംബങ്ങൾ മാറുക, കുടുംബത്തെ മാറ്റുക. ഇതിന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു വികാരമാണ് കുടുംബത്തിൽ ശരിക്കും സ്നേഹം ഉണ്ടാകണം. സ്നേഹമുണ്ടോ? ദിവ്യകാരുണ്യ കുടുംബമാണ്. സ്നേഹം എന്താണ്? ഈ സ്നേഹം, സ്നേഹം രണ്ട് കാര്യങ്ങൾ ദമ്പതിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. രണ്ട് കാര്യങ്ങൾ. സ്നേഹം കരയിപ്പിക്കും, സ്നേഹം കാത്തിരിക്കാൻ നിർബന്ധിക്കും. ആ കുടുംബം ദിവ്യകാരുണ്യ സമൂഹമാണ്. സ്നേഹം കരയിപ്പിക്കും, സ്നേഹം കാത്തിരിക്കാൻ നിർബന്ധിക്കും. ഭർത്താവിന് ഒരു തകർച്ച വന്നാൽ ഭാര്യ കരഞ്ഞു പോകും. ഭാര്യയ്ക്ക് ഒരു തകർച്ച വന്നാൽ ഭർത്താവ് കരഞ്ഞു പോകും. ഭാര്യയ്ക്ക് ഒരു രോഗമെന്നറിഞ്ഞാൽ ഭർത്താവ് കരയും. ഭർത്താവിന് ഒരു രോഗമാണെന്നറിഞ്ഞാൽ ഭാര്യ കരയും. ഈ ഒരു തിരിച്ചറിവ്, കരച്ചിൽ. ഭാര്യയ്ക്ക് നൊമ്പരം വരുമ്പോൾ ദൈവം നീതിമാനാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കുത്തിയിരുന്ന് അനുഭവിക്കടിയെന്ന് ഭർത്താവിന് പറയാൻ പറ്റുകയില്ല. ഭർത്താവിന് ഒരു വേദന വന്നാൽ അനുഭവിക്കടോ, അനുഭവിക്കുക, എന്നെ കുറേ കഷ്ടപ്പെടുത്തിയതാ എന്ന് പറയാൻ ഭാര്യയ്ക്കും പറ്റുകയില്ല. ഭർത്താവിൻ്റെ കണ്ണ് നിറഞ്ഞോ, ഭാര്യയുടെ കണ്ണ് നിറയും. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞോ, ഭർത്താവിൻ്റെ കണ്ണ് നിറയും. ഒരു കണ്ണ് നിറയുമ്പോൾ മറ്റേ കണ്ണിന് ചിരിച്ച് തിളങ്ങാൻ പറ്റുകയില്ല. നമ്മൾ കാണുന്ന ഒരു സാധാരണ കാഴ്ചയാണ് മെഴുകുതിരി. മെഴുകുതിരി ആകുന്നതിന് മുമ്പ് ഇത് രണ്ട് വസ്തുക്കളായിരുന്നു. ഒന്ന് മെഴുക്, രണ്ട് തിരി. ഏതോ ഒരു സ്ഥലത്ത് മെഴുകിയിരിക്കുന്നു, ഏതോ ഒരു സ്ഥലത്ത് തിരിയും ഇരിക്കുന്നു. ആ തിരി കത്തിയാൽ ദൂരെയുള്ള മെഴുകിനെ ബാധിക്കുകയില്ല. പിന്നീട് മെഴുകും തിരിയും കൂടെ മെഴുകുതിരിയായി. മെഴുകുതിരി ആയപ്പോൾ തിരി കത്തിയാൽ മെഴുകുരുകും, മെഴുകുരുകിയാൽ തിരി കത്തും. അത് മെഴുകുതിരി. തിരി കത്തുമ്പം മെഴുകുരുകും, മെഴുകുരുകുമ്പോൾ തിരി കത്തും. ജോണിയും ലിസിയും മെഴുകും തിരിയും രണ്ട് സ്ഥലങ്ങളിൽ, രണ്ട് ദേശങ്ങളിൽ ജീവിച്ചു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ചവർ മെഴുകുതിരിയായി. അപ്പോൾ ലിസി കത്തിയാൽ ജോണി ഉരുകും, ജോണി ഉരുകിയാൽ ലിസി കത്തും. ഇതാണ് സ്നേഹം കരയിപ്പിക്കും, സ്നേഹം കാത്തിരിക്കാൻ നിർബന്ധിക്കും. സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കരയിപ്പിക്കും, രണ്ട് കാത്തിരിക്കാൻ നിർബന്ധിക്കും. സ്നേഹമല്ലേ കാത്തിരിക്കാൻ നിർബന്ധിക്കുക? ധൂർത്തപുത്രൻ ഒളിച്ചുപോയി ദൂരദേശത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവനെയും കാത്തു നിൽക്കുന്ന പിതാവിനെയാണ് കാണുക. സ്നേഹം കാത്തിരിക്കാൻ നിർബന്ധിക്കും. ഭാര്യ ഒരു യാത്ര പോയി, വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു വരുമെന്ന് ഭർത്താവിനറിയാം.
3:45 അവൾ വണ്ടി ഇറങ്ങി വരുന്ന വഴിയിലേക്ക് നോക്കി ഭർത്താവ് നോക്കി നിൽക്കുമ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലാകും, എന്നെ സ്നേഹിക്കുന്ന ഭർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഭർത്താവ് ടൗണിൽ പോയി. വരുമെന്ന് പറഞ്ഞ സമയത്ത് ഭാര്യ വരാന്തയിൽ ഭർത്താവിനെ നോക്കി നിൽക്കുമ്പോൾ അവന് മനസ്സിലാകും, എന്നെ കാത്തിരിക്കുന്ന ഭാര്യ. ഇപ്പം സ്നേഹം കരയിപ്പിക്കും, സ്നേഹം കാത്തിരിക്കാൻ നിർബന്ധിക്കും. പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ തകരുന്നതും ഡൈവോഴ്സ് കേസുകൾ വർദ്ധിക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കാത്ത കുടുംബങ്ങളില്ല. സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ടോ, ഭാര്യ എന്തും സഹിക്കും. സ്നേഹിക്കുന്ന ഭാര്യയുണ്ടോ, ഭർത്താവ് എന്തും സഹിക്കും. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ കാത്തിരിപ്പുകൾ നഷ്ടപ്പെടുമ്പോഴാണ് ബന്ധങ്ങൾ തളരുക. സ്നേഹമെന്ന് പറയുന്നത് ഒത്തിരി വറുത്തതും പൊരിച്ചതും ഒരത്തിയതൊന്നും കഴിക്കുന്നതല്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ പ്രകടിപ്പിക്കണം. ചില ആണുങ്ങളുടെ ഉള്ളു നിറയെ സ്നേഹമാണ്, പക്ഷെ കാണിക്കാൻ അറിയത്തില്ല. ഒരു സ്ത്രീ സ്വന്തം മോനെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ മോൻ മിടുക്കനാ, അവന് 5 ഭാഷകൾ അറിയാം: മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഊമന, വർത്തമാനം പറയുകയില്ല. 5 ഭാഷ അറിയാം, പക്ഷെ ഊമന, വർത്തമാനം പറയുകയില്ല. ചില ആണുങ്ങളുടെ ഉള്ളു നിറയെ ഭാര്യയോട് സ്നേഹമാണ്, പക്ഷെ ഒരിക്കലും അത് കാണിക്കാൻ അറിയത്തില്ല, പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. സ്നേഹം പ്രകടിപ്പിച്ചാൽ വീട് സ്വർഗമാകും. സ്നേഹം പ്രകടിപ്പിച്ചാൽ വീട് ഒരു ദിവ്യകാരുണ്യ സമൂഹമാകും. അത് ഭർത്താവും പ്രകടിപ്പിക്കണം, അത് ഭാര്യയും പ്രകടിപ്പിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു സ്നേഹ സമൂഹമായി നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ഭർത്താവ് എന്നെയല്ല കല്യാണം കഴിച്ചിരിക്കുന്നത്, 20 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു മാരുതിക്കാരനെയുമാണ്. മാസത്തിൽ 5 ദിവസം പോലും എൻ്റെ കൂടെ വന്ന് താമസിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞതേ, ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്. കെട്ടിയാൻ പറഞ്ഞു, പൊട്ടി, അവർക്ക് വിവരമുണ്ടോ? എന്നാത്തിൻ്റെ കുറവാച്ചാൽ ഡെയിലി 5 ഷീറ്റ് അവളുടെ പേരിൽ. ഒരു മാരുതി കാറ്, സമർത്ഥനായൊരു ഡ്രൈവർ, ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം. അച്ഛൻ്റെ ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം തന്നിരിക്കുന്ന അടിസ്ഥാന സമൂഹമാണ് കുടുംബം. ആ കുടുംബത്തിൽ ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല ഭാര്യയായി ജീവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്നേഹം പങ്കുവയ്ക്കുവാൻ, മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബമാകുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് നല്ലവനായ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. കുടുംബജീവിതത്തെ സ്ഥാപിച്ചനുഗ്രഹിച്ച നല്ലവനായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നടുക്ക് യേശുവേ നീ നിൽക്കണമേ. ഒപ്പം പരിശുദ്ധ അമ്മയെ മറിയമേ ഞങ്ങൾക്കായി മധ്യസ്ഥം യാചിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്മ തന്നെയായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന വിശുദ്ധ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എൻ്റെ ദൈവം എല്ലാം എൻ്റെ നന്മയ്ക്കായി ഒരുക്കുമെന്ന് പരിശുദ്ധനായ പൗലോസ് നമ്മോട് പറയുന്നു. വ്യക്തിജീവിതങ്ങളെ, കുടുംബജീവിതങ്ങളെ, സഭാജീവിതത്തെ എല്ലാം ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അരളിക്കാട് കതിരുകൾ നാനാദുഃഖങ്ങളിലേക്ക് വിതറി നിൽക്കുന്നത് പോലെ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വാരി വരുന്ന നിമിഷങ്ങളിൽ ആരാധനയോടെ ഗാനമാലപിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വ്യാപരിപ്പിക്കാം. അരുളിക്കായിൽ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വസിച്ചുകൊണ്ട് ആശീർവദിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. അന്ന് നിൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. കുരുടിന് കാഴ്ചയായി, ചെകിടിന് കേൾവിയായി, മുടന്തിൻ്റെ കാലിന് ശക്തിയായി, ഊമന് സംസാരശക്തിയായി, കുഷ്ഠരോഗിയുടെ ചീഞ്ഞളിഞ്ഞ ശരീരത്തിന് വെടിപ്പും വെണ്മയുമായി സൗഖ്യദായകനായി കടന്നു വന്നുവല്ലോ. ഈ ആരാധന നിമിഷത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവിടുത്തെ തിരുമുമ്പാകെ ഞങ്ങളെ സ്തുതിക്കുകയാണ്. കർത്താവേ, അന്ന് കേസരിയ ഫിലിപ്പിയിൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണ്. പത്രോസിനോട് ചേർന്ന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
അന്ന് തോമസ് സ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ തോമസിനോട് ചേർന്ന് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ഗലാത്യ ലേഖനം 2:20 പറഞ്ഞു, ഇനിമേ ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഭാഗ്യവാനായ പൗലോസിനോട് ചേർന്ന് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. മറിയം മഗ്ദലന പറഞ്ഞു, എൻ്റെ ഗുരുവിനെ എവിടെ വെച്ചെന്ന് പറയുക, അവനെ ഞാൻ എടുത്തുകൊണ്ട് പൊക്കൊള്ളാം. ആ മഗ്ദലന മറിയത്തോട് ചേർന്ന് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ആദിമസഭ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, വേഗം വരണമേ. ആദിമസഭയോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാ വികാരങ്ങളും വിചാരങ്ങളും സകല ഹൃദയത്തിലെ തുടിപ്പുകളും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഏകമനസ്സോടെ ദിവികാരനാഥനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ മകനപ്പെടുത്തുന്നു. അപ്പമായി വന്നവനെ, അത്തിന്റെ പുത്രനായി വന്നവനെ, തൂവലയോസിൽ വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു, ഹൃദയത്തിൽ വസിക്കുന്നവനെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി, ആരാധന, സ്തുതി, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, ആരാധന ആരാധന. ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈ നിമിഷം കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ജീവിത വ്യഗ്രതകളുമായി നിന്റെ മുമ്പിൽ അണയുന്നവരുണ്ട്. ഗൂഗിളിലൂടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന എഴുതി സമർപ്പിച്ചവരുണ്ട്. ഉടമ്പടിയെടുത്ത് നാളുകളോളം ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലുള്ളതും എഴുതി സമർപ്പിച്ചതും ഓർമ്മയിലുള്ളതുമായ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ മുമ്പിൽ ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു നിമിഷം കൊണ്ട് നിനക്കെല്ലാം സാധ്യമാണല്ലോ. എബ്രായ ലേഖനത്തിൻ്റെ 13-8 തിരുവചനത്തിൽ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. യേശുവേ, ഇന്നലകളിൽ അത്ഭുതങ്ങൾ വാരി വിതറിയ നീ ഇന്നും ലോകാവസാനം വരെയും നിന്റെ അത്ഭുതങ്ങൾ, നിന്റെ അടയാളങ്ങൾ വിശ്വാസികളുടെ സമൂഹത്തിൽ വാരി വിതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്കിടയിൽ ശാരീരികമായ വിവിധങ്ങളായ രോഗമുള്ളവരെ സമർപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയ ദമ്പതിമാരെ സമർപ്പിക്കുന്നു. മക്കൾ, മാതാപിതാക്കൾ ബന്ധങ്ങളിൽ വന്നുപോയ തകർച്ചകളെ സമർപ്പിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്നുപോയവരെ സമർപ്പിക്കുന്നു. നിരീശ്വര ചിന്തകളുമായി കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. ദുഷിച്ച പ്രേമബന്ധങ്ങളിൽ പെട്ടുപോയവരെ സമർപ്പിക്കുന്നു. സഭയെയും കൂദാശികളെയും പരിഹസിക്കുന്നവരെ സമർപ്പിക്കുന്നു. ആത്മീയ ശുശ്രൂഷകളെയും നിന്ദിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, കുരിശിൽ നീ കിടന്നപ്പോൾ വെല്ലുവിളിച്ചല്ലോ, ദൈവത്തന്നാണെങ്കിൽ നീ ഇറങ്ങി വരിക. ഇന്നും സഭയെ വെല്ലുവിളിക്കുന്ന, പൗരോഹിത്യത്തെ വെല്ലുവിളിക്കുന്ന, സഭാ ശുശ്രൂഷകളെ വെല്ലുവിളിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. മാനസാന്തരത്തിലേക്ക്, വീണ്ടും വിചാരത്തിലേക്ക്, വിടുതലിലേക്ക് അവരെല്ലാവരെയും നയിക്കണമേ. അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ, ഒന്നുമില്ലാതിരുന്ന ആദിമ ശൂന്യതയിൽ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ എല്ലാറ്റിനെയും അവിടുന്ന് സൃഷ്ടിച്ചു. പർദീസ നൽകി, ആദ്യ മാതാപിതാക്കളെ നൽകി, ആദ്യ സഹോദരങ്ങളെ നൽകി. ജനതയുടെ പിതാക്കന്മാരാകുവാൻ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ വിളിച്ചു. ജനതയുടെ നായകനാകുവാൻ മോശയെ തെരഞ്ഞെടുത്തു. തിരുത്തുവാൻ പ്രവാചകന്മാരെയും വിശുദ്ധീകരിക്കുവാൻ പുരോഹിതന്മാരെയും നയിക്കുവാൻ നേതാക്കന്മാരെയും ഭരിക്കുവാൻ രാജാക്കന്മാരെയും കാലാകാലങ്ങളിൽ തന്ന ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. കടൽ മുറിച്ചവനെ, കരതെളിച്ചവനെ, മന്ന പൊഴിച്ചവനെ, കാടപ്പക്ഷിയെ തന്നവനെ, വെള്ളമൊഴുക്കി തന്നവനെ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഗ്ദാന പേടകത്തിലും സമാഗമ കൂടാരത്തിലും പൂർവീകർക്ക് കൂടാരമടിച്ച ശക്തനായ യഹോവയായ ദൈവമേ സ്തുതിക്കുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു
പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന ആരാധന. കർത്താവായ യേശുവേ, ലോകത്തിൻ്റെ പാപം വഹിക്കുവാൻ കാലിത്തൊഴുത്തിൽ അവിടുന്ന് പൂജാതനായി 30 വർഷത്തെ രഹസ്യ ജീവിതം നയിച്ച് 3 വർഷത്തെ പരസ്യ ജീവിതം യോഹന്നാനിൽ വിശുദ്ധ മാമോദീസ സ്വീകരിച്ച് സകല നീതിയും പൂർത്തിയാക്കി ദുർബലരായ മനുഷ്യരെ ശിഷ്യരായി തെരഞ്ഞെടുത്തു. കുരുടന് കാഴ്ചയും ചെകിടിന് കേൾവിയും കുഷ്ഠരോഗിക്ക് വിടുതലും മരിച്ചവന് പുതുജീവനും ഒക്കെ കൊടുത്ത് ദൈവരാജ്യം പ്രഘോഷിച്ചു. ശാന്തമാകുക എന്ന വാക്കിനാൽ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ശാന്തമാകൂ എന്ന വാക്കിൽ നെയ്മിലെ വിധവയെ ആശ്വസിപ്പിച്ചു. ലോകാവസാനം വരെ വസിക്കുവാൻ സ്നേഹത്തിൻ്റെ കൂതാശയായ വിശുദ്ധ കുർബാന നീ സ്ഥാപിച്ചു. കാൽവരി കുരിശിൽ ഞങ്ങൾക്കായി മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർന്നു, 40-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. വന്നവനും വരുവാനുള്ളവനുമായ ദൈവപുത്ര, സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഒന്നുമില്ലാതിരുന്ന ആദിമശൂന്യതയിൽ അഗാധങ്ങൾക്ക് മീതെ തത്തിക്കളിച്ച ആത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ജോയൽ പ്രവാചകന്റെ പരിശുദ്ധ പ്രവചനം അവസാന നാളുകളിൽ എല്ലാ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഭക്ഷിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ മറിയം പറഞ്ഞ നിമിഷത്തിൽ മാതാവിൻ്റെ ഉദരത്തിൽ കൂടാരം പിടിച്ച ദൈവചൈതന്യമേ സ്തുതിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദീസയുടെ വേളയിൽ മാടപ്രാവിൻ്റെ രൂപത്തിൽ പറന്നിറങ്ങിയ ദൈവചൈതന്യമേ സ്തുതിക്കുന്നു. പെസഹാട രാത്രിയിൽ അർപ്പിത വസ്തുക്കളായ അപ്പത്തിലും വീഞ്ഞിലും വന്ന് വസിച്ച ദൈവചൈതന്യമേ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് തിരുനാളിൽ 3000 അഗ്നിനാളമായി ആഴ്ന്നിറങ്ങിയ ദൈവചൈതന്യമേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഈ ശുശ്രൂഷകളിൽ, ഭജന പ്രഘോഷണത്തിൽ, ആരാധനയിൽ അഭിഷേകമായി വന്ന് വസിച്ച് ഞങ്ങളുടെ ഭവനത്തെയും സഭയെയും ലോകത്തെയും വിശദീകരിച്ച് ജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്ന ഈശോയെ, ഞങ്ങളെ മഹത്വപ്പെടുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ.